ഹായ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വേർഡ്സ് പഠിക്കുക, അതുപോലെ ഫ്രേസസ് ഒക്കെ അറിയുക. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞു കുഞ്ഞ് സ്ട്രക്ചേഴ്സ് പഠിക്കുക എന്നത്. കാരണം ഒരു കുഞ്ഞ് സ്ട്രക്ചറിൽ കൂടി തന്നെ നമുക്ക് ഒരുപാട് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ലെസൺ ഒരു കുഞ്ഞ് സ്ട്രക്ചർ തന്നെയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ സ്ട്രക്ചർ ഹാവ് യു എവർ. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ സാധാരണ പറയാറുള്ള ഒരു പ്രയോഗം ആണ്, നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ, അവൻ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇല്ലേ. എവർ എവർ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും, എന്നെങ്കിലും, ഇതുവരെയുള്ള സമയത്ത് എന്നെങ്കിലും എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഫ്രം ദ ടൈം യു ആർ ബോൺ അൺടിൽ നൗ, നിങ്ങൾ ജനിച്ച കാലം മുതൽ ഇന്ന് വരെ, അതാണ് എപ്പോഴെങ്കിലും എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എവർ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എവർ. അപ്പോൾ ഇനി ഹാവ് യു എവർ എന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഉപയോഗം നമുക്ക് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോൺ ദർ? അവൻ എപ്പോഴെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഹാസ് ഹി എവർ കം ഹിയർ? അപ്പോൾ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കേണ്ടത് സെൻറ്റൻസിലെ സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ്. ആദ്യത്തെ സെൻറ്റൻസിൽ യു ആണ് സബ്ജക്റ്റ്, അവിടെ ഹാവ് ഉപയോഗിച്ചു. സെക്കൻഡ് സെൻറ്റൻസിൽ ഹി ആണ് സബ്ജക്റ്റ്, അവിടെ ഹാസ് ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ് എന്ന് നോക്കാം. ഹാവ് ഓർ ഹാസ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐ, യു, വി, ദേ, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സോ സിംഗുലർ സബ്ജക്ട്സോ ഹി, ഷീ, ഇറ്റ്, എത്രയോ സബ്ജക്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഹാവ് ഉപയോഗിക്കേണ്ടത് ഐ, യു, വി, ദേ, അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സിനാണ്. ഇനി ഹാസ് ഉപയോഗിക്കേണ്ടത് ഹി, ഷീ, ഇറ്റ്, സിംഗുലർ സബ്ജക്ട്സ്, ഇതിനൊക്കെയാണ് ഹാസ് ഉപയോഗിക്കേണ്ടത്. ഹാവ് ഓർ ഹാസ് അത് കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് എവർ. അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് V3 ഫോം ഓഫ് ദി വേർബ് ആണ്. V3 ഫോം എന്ന് പറഞ്ഞാൽ ഓരോ വേർബിനും V1, V2, V3 അങ്ങനെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അതിൽ V3 ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ് ആണ് ഉപയോഗിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഈ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം, അത് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ഗോൺ എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഗോ എന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഗോ, സെക്കൻഡ് ഫോം വെൻറ്റ്, പിന്നെ ഗോൺ. അപ്പോൾ ആ തേർഡ് ഫോമാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹാവ് യു എവർ ഗോൺ ദർ? അതുപോലെ തന്നെ സെക്കൻഡ് സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. കം എന്നാണ്. കം എന്നതും കം, വരിക എന്ന വേർബിൻ്റെ V3 ഫോമാണ് കം. കം, സെക്കൻഡ് ഫോം കെയിം, വന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഫോമാണ് കം. തേർഡ് ഫോം V3 ഫോമും V1 ഫോമും ഈ വേർബിന് സെയിം തന്നെയാണ്. റെഗുലർ വേർബ്സ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ പ്ലേ എന്നൊക്കെ പറയുമ്പോൾ കളിക്കുക, പ്ലേ, പ്ലേഡ്, പ്ലേഡ്, അവിടെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം തന്നെയാണ്. അങ്ങനെയുള്ള വേർബുകൾക്ക് വളരെ ഈസിയാണ്. അതല്ലെങ്കിൽ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ട്രാവൽഡ് ബൈ ട്രെയിൻ? ശ്രദ്ധിക്കുക, ഹാവ് യു. ട്രാവൽഡ് എന്ന വേർബാണ് ഇവിടെ ഉപയോഗിച്ചത്. ട്രാവൽഡ് എന്നത് വേർബിൻ്റെ, ട്രാവൽ എന്ന വേർബിൻ്റെ V3 ഫോമാണ്. ട്രാവൽ, ട്രാവൽഡ്, ട്രാവൽഡ്. അവൻ എപ്പോഴെങ്കിലും അവളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഹാസ് ഹി എവർ മെറ്റ് ഹർ? ഹാസ് ഹി, ഹി ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ഹാസ് ഉപയോഗിച്ചു. മീറ്റ്, കണ്ടുമുട്ടുക എന്ന വേർബിൻ്റെ V3 ഫോമാണ് മെറ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ മൂവി കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ ദ മൂവി? സീൻ, അവിടെയും സീ എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ് സീൻ. നിങ്ങൾ എപ്പോഴെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ ഈറ്റൺ നോൺ വെജ്? ഈറ്റൺ, ഈറ്റ് എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും തിമിംഗലത്തെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ വെയിൽ?
അവൻ എപ്പോഴെങ്കിലും ബൈക്കിൽ നിന്നും വീണിട്ടുണ്ടോ? ഹാസ് ഹി എവർ ഫോളൻ ഓഫ് എ ബൈക്ക്? ഫോളൻ, ഫോൾ എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ് ഫോളൻ. അവൾ എപ്പോഴെങ്കിലും ഒരു വലിയ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഹാസ് ഷി എവർ വർക്ക്ഡ് ഇൻ എ ലാർജ് കമ്പനി? അവർ എപ്പോഴെങ്കിലും ജപ്പാനിൽ ആയിരുന്നിട്ടുണ്ടോ? ഹാവ് ദേ എവർ ബീൻ ടു ജപ്പാൻ? ടു ബി എന്നതിൻ്റെ V3 ഫോമാണ് ബീൻ. ഇപ്പോൾ ഹാവ് യു എവർ എന്ന ഒരു സ്ട്രക്ചർ മനസ്സിലായില്ലേ? ഒരുപാട് സെൻറ്റൻസസ് ഈ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കി നോക്കുക. മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്യാനും ശീലിക്കുക. തീർച്ചയായും ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അത് നിങ്ങളുടെ കോൺവെർസേഷനിൽ കൊണ്ടുവരുവാനും ശ്രദ്ധിക്കുക. പിന്നെ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഹാവ് യു എവർ എന്ന ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ.